നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ലടാ. അതിനെന്താടാ, നമുക്കെല്ലാരും ഇഷ്ടമല്ലേ. നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനെ ഐഡിയ കഴിച്ചു തന്നത്. ഇതൊക്കെ ഒരു ബ്യൂട്ടി അല്ലേ. ബ്യൂട്ടി ഇനി നീ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അതെ. എടാ, നിങ്ങൾ സിപ്പപ്പ് പിടിച്ചിട്ടുണ്ടോ? എന്തോന്ന് സിപ്പപ്പ്? നമുക്കൊന്നും വേണ്ടേ, ഇനി അടികൊള്ളാൻ വയ്യ. എടാ, അത് സ്കൂളിനകത്തല്ലേ, ഇവിടെ ആരും ഒന്ന് അടിക്കാനാ. എന്നാലും വേണ്ടടാ. എടാ, വെറും 50 പൈസയേ ഉള്ളൂ. ഡാ, എൻ്റെ ഒരു ഒറ്റ പൈസ ഇല്ല. എന്തേലും. എന്നാ പിന്നെ ഞാൻ തന്നെ ഇന്ന് കൊടുക്കാം. വാ ചേട്ടാ, 3 സിപ്പപ്പ്. 50 പൈസ വേണോ 2 റുപ്യയുടെ വേണോ? 2 രൂപയുടെ സ്പെഷ്യല്. അത് പാൽ സിപ്പപ്പ്. അതൊന്നും വേണ്ട, 50 പൈസയുടെ മതി. എടാ, പാലല്ലേ നല്ലത്? എടാ മണ്ട, പാല് നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നതല്ലേ. 50 പൈസയുടെ മതി, അതാണ് ബ്യൂട്ടി. എങ്ങനെ ഉണ്ട്? സൂപ്പർ. അതാ. ഇതെന്താണെന്നറിയാവോ? എന്ത്? എടാ, ഇത് നല്ല വൃത്തിയായിട്ട് ഓടവെള്ള. ഇത് വിഷമാണ്. കുടി കുടി, ഫുള്ളും കുടി. കണ്ടോ, നമ്മളിത് കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇന്ന് ഞാൻ കാശ് കൊടുത്തു, നാളെ മുതൽ നിങ്ങൾ കൊടുക്കണം. എടാ, അതിന് ഞങ്ങളുടെ കയ്യിലോടുന്ന കാശ്. എടാ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം. 1 രൂപ 50 പൈസ പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ. അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിപ്പപ്പ് വാങ്ങിച്ച് കുടിച്ചൂടെ? അതാണ് അതിന്റെ ബ്യൂട്ടി. ഇത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഈ പാട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പാല് വാങ്ങാൻ 10 രൂപ തരൂലേ? പാലിന് 8 രൂപയിലേ ആവൂ. ബാക്കി വരുന്ന 2 രൂപ കൂട്ടി വെച്ച് 5-ാം ദിവസം വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ കുളം വെച്ച് കുടിച്ചൂടെ? അതല്ലേ എന്തൊരു ബ്യൂട്ടി. ഗ്രാഫ് മേടിക്കാൻ 50 രൂപ തരില്ലേ? ഗ്രാഫിന് 40 രൂപയിലേ ആവൂ. ബാക്കി 10 രൂപ കൂട്ടി വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഇതുപോലെ വലിച്ചൂടെ? ക്യാൻസർ വരും. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 3000 രൂപ കിട്ടൂലേ? 2500 ആവൂ. ബാക്കി പൈസക്ക് നമുക്ക് ഉപ്പ് എടുത്തൂടെ? അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി.